ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് പിന്നെ ഒരു അങ്ങനെ നമ്മളെ ഇത് നൂലൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്മൂത്തായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതാ ഇങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ ഷട്ടിലിൻ്റെ പോയിൻ്റ്. ഈ പോയിൻ്റിൽ ഇതാ ഈ സൂചിനെ ഇതിങ്ങനെ കൊത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അത് കുറച്ച് ബാക്കോട്ടായിരിക്കണം. ഇതിൻ്റെ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് പിന്നെ ഷട്ടിലിൻ്റെ ഇത് വരേണ്ടത്. ഇങ്ങനെയാണ് നൂലിനത് എടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് ഇതെങ്ങനെയാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മൾ ഷട്ടിൽ. ഈ ഷട്ടിൽ ഇടേണ്ടത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് ഇതാ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് തള്ളി കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷട്ടിലിൻ്റെ സ്റ്റോപ്പറാണ് ഈ സാധനം വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഗാഡി ഉണ്ട് ഇവിടെ. ഇതിലേക്ക് ഈ ഗാഡിയിലേക്ക് ഈ സ്റ്റോപ്പർ വെച്ചിട്ട് ആണ് ഈ ഷട്ടിലിനെ ടൈറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഇങ്ങനെയാണ് അത് നിൽക്കേണ്ടത് ഏകദേശം. ഓക്കെ,
നമ്മൾ ഷട്ടിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഷട്ടിൽ ഫിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ സൂചി കുത്തുന്നതും ഇതിൻ്റെ ഷട്ടിലിൻ്റെ ഇത് ഒരേപോലെ വരുന്നത് കേട്ടോ. ഒരേ ക്യാപ്പിലായിരിക്കണം വരുന്നത്. ഒരുപാട് അകലാനോ അടുക്കാനോ പാടില്ല. ഇതിന് ഏകദേശം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഇതിലാണ് നിൽക്കേണ്ടത്. അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ അത് പിന്നെ നൂലിട്ട് നമ്മളത് അടിച്ചു നോക്കുകയാണ്. ഇപ്പോൾ സ്റ്റിച്ചൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. സ്റ്റിച്ചൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ മെഷീൻ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. നമ്മളതൊക്കെ ക്ലീൻ ചെയ്ത് നൂല് കുടുങ്ങിയതായിരുന്നു ഇതിൻ്റെ പ്രശ്നം. നമ്മൾ ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നൂല് പൊട്ടുന്നൊന്നുമില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും